എല്ലാ സർജറിയും കഴിഞ്ഞതാണോ? സോറി, എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലല്ലോ. അല്ല, ചേച്ചിയുടെ എല്ലാ സർജറിയും കഴിഞ്ഞതാണോ? അതിപ്പോ ഇവിടെ ചോദിക്കേണ്ട കാര്യം എന്താ? ഞാൻ മാത്രമല്ല, അവരെല്ലാവരും. അല്ല, കോമൺ ആയിട്ട് എല്ലാവർക്കും ചോദിക്കാൻ ആഗ്രഹമുള്ള ഒരു ചോദ്യമാണ്. അത് എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ലേ? അത് എനിക്ക് ഞാൻ ഫുൾ സർജറി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മോളോട്. മോളിനോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്റെ എല്ലാ സർജറിയും കഴിഞ്ഞു എന്നാണ്. ഞാൻ എന്റെ ശരീരഭാഗങ്ങൾ ഇപ്പൊ ഈ ഇന്റർവ്യൂ മുമ്പിൽ തുറന്നു കാണിക്കണം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? സർജറിയും കഴിഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ്. മോളുടെ ശരീരഭാഗങ്ങൾ എനിക്ക് കാണുമെന്ന് പറഞ്ഞ മോള് കാണിച്ചു. ഇയാൾക്ക് എന്താണ് വയ്യേ? ഒരിക്കലും ഇല്ല. ബിക്കോസ് ഞാനൊരു പെണ്ണാണ് എന്നൊരു പൂർണ്ണ രൂപം എനിക്കുണ്ട്. അങ്ങനെ പെണ്ണാണെന്നൊന്നുമില്ല. എന്ത് പെണ്ണാണ്? ഇതാ പറഞ്ഞത് അച്ചായൻ മണ്ടനാണെന്ന്. ഒരു ട്രാൻസ് പെൺകുട്ടി അവളെല്ലാ സർജറിയും ചെയ്ത വ്യക്തിയാണ്. അവളോട് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവളെല്ലാ ഭാഗങ്ങളും കാണിച്ചു തരണോ? ഒരിക്കലും വേണ്ട, ഒരിക്കലും വേണ്ട. മോള് കാണിച്ചു കൊടുക്കില്ലല്ലോ. അത് വളരെ മോശമായി പോയി. എനിക്ക് ഇങ്ങനെയുള്ള ഇന്റർവ്യൂ തിരിക്കാൻ ഒരു താല്പര്യമില്ല. ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. കഥാപാത്രം കൂടി ഒന്ന് ആയി വരുമ്പോ ഒന്നുകൂടെ ആർട്ടിഫിഷ്യൽ ആവും. പ്രത്യേകിച്ച് എനിക്ക് എന്റെ ജെൻഡർ ഐഡന്റിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എന്ത് ക്വസ്റ്റ്യൻ ആണ് അത്? ഫുൾ സർജറി അല്ല, ചേച്ചി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് കോമാളിത്തരം കാണിക്കുന്നു എന്ന രീതിക്കുള്ള കമന്റ്സ് വരെ വരാറുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരിക്കലും കാണിച്ചു തരണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നോ ഒരിക്കലും അങ്ങനെയല്ല. മോളെ, ഞാനൊരു ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ചോദിച്ചതാണ്. ഉദ്ദേശിക്കുന്നത് ആർക്കാണ് ക്ലാരിറ്റി മോള് കൊടുക്കുന്നത്? ഇതിന്റെ ഉടമസ്ഥൻ അവിടെ ഇരിക്കൂ. അല്ല, ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്. ഒരുപാട് പേര് കമന്റ്സ് ചോദിക്കുന്ന ഒരു കാര്യം. കുറെ കമന്റ് എനിക്ക് വരാറുണ്ട്. ചിലർ എന്നോട് പറയാറുണ്ട് ജാസിയുടെ ഇത് ഫ്രണ്ട് കാണുന്നത്. അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കണോ? ഒരിക്കലും എനിക്കുന്ന കാര്യങ്ങൾ അറിയില്ല. ഈ കാര്യങ്ങൾ അറിയാണ്ടാണ് സംസാരിക്കുന്നത്. അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ഈ ഇംഗ്ലീഷ് പറഞ്ഞാൽ അതും പറയും ഞാൻ. യു നോ അണ്ടർസ്റ്റാൻഡ്? അപ്പൊ ഈ ക്വസ്റ്റിന് ആവശ്യകതയേ ഇല്ല ഇവിടെ. അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ശരിക്കും ചേച്ചിയുടെ ജെൻഡർ ഏതാണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. ഞാൻ എന്തിനാ ഈശ്വര ഇങ്ങനെ തെറ്റിദ്ധരിക്കണേ? ചേച്ചിന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ ആ ജെൻഡറിൽ എന്നെ നിർത്ത്. ഇനി അതല്ല, എന്നെ ഒരു മനുഷ്യനായിട്ടാണ് നിങ്ങൾ കാണുന്നത്, അങ്ങനെ കണ്ടാൽ മതി. ഇവിടെ ഭയങ്കര പൊന്നിത്ര ശല്യം. ഞാൻ പോട്ടെ. ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് വെക്കണം, ടിങ് ടിങ് അടിക്കണം.